തീർച്ചയായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ അരുൺ തോൽവി ഏറ്റുവാങ്ങിയത് LDF ആണ് എന്നാണല്ലോ പൊതുവെ കരുതപ്പെടുന്നത്. UDF ജയിച്ചു, BJP ശക്തമായ മുന്നേറ്റമുണ്ടാക്കി. ഈ സാഹചര്യത്തിലാണ് കേരളം LDFിനോട്, പ്രത്യേകിച്ച് CPIMനോട് പാഠം പഠിക്കുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. അത് നല്ലപോലെ തോറ്റു എന്ന് കൺസീഡ് ചെയ്തുകൊണ്ട് MV ഗോവിന്ദൻ മാസ്റ്റർ ഏതൊക്കെ മേഖലകളിലാണ് തിരുത്തലുകൾ വരുത്തേണ്ടത് എന്നുകൂടി കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഞാനിതിനെ ഒരു വ്യത്യസ്തമായ രൂപത്തിലാണ് കാണുന്നത്. BJP ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 20% വോട്ട് നേടുന്ന സാഹചര്യം ഉണ്ടായി. തൃശ്ശൂരിൽ ജയിച്ചു, ആധികാരികമായി ജയിച്ചു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJP ജയത്തിനോടടുത്തുള്ള തോൽവിയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. തൊട്ടടുത്ത ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തായെങ്കിലും ഒരു വള്ളപ്പാട് അകലെയൊന്നും ആയിരുന്നില്ല V മുരളീധരൻ. ആ ലോക്സഭാ മണ്ഡലത്തിൽ നേരത്തെ 2019 മത്സരിച്ചിരുന്ന ശോഭാ സുരേന്ദ്രനായിരുന്നു ആവർത്തിക്കപ്പെട്ടതെങ്കിൽ ഒരുപക്ഷെ ആറ്റിങ്ങലിൽ സ്ഥിതി വ്യത്യസ്തമായേനെ. അപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണെങ്കിലോ രാജീവ് ചന്ദ്രശേഖരൻ എന്ന വരത്തനെ നിയോഗിച്ചതിലൂടെ സ്വാഭാവികമായി BJPയിലേക്ക് ഒഴുകിയെത്തേണ്ട പല വോട്ടുകളും ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. തിരുവനന്തപുരത്ത് ഒരു മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ, ആളുകൾക്ക് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്ന പൂർണ്ണ മലയാളിയായിട്ടുള്ള ഒരു ആയിരുന്നുവെങ്കിൽ, ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രനായിരുന്നെങ്കിൽ ഒരുപക്ഷെ 3 ലോക്സഭാ സീറ്റുകൾ വരെ BJPയെ സംബന്ധിച്ചിടത്തോളം നേടാൻ കഴിയുമായിരുന്നു. പക്ഷേ BJPയിലെ ഉഗ്രവിഭാഗീയത, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത, ഇതൊക്കെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം 3 സീറ്റ് നേടാൻ കഴിയാതെ പോയ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് ഞാൻ കരുതുന്നു. എങ്കിൽ പോലും 20% വോട്ട് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം കുതിച്ചുകയറ്റമാണ്. അതാണ് കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 10% വോട്ടിൻ്റെ വളർച്ച, വെറും 10% കിടന്നിടത്തു നിന്ന് 20%-ലേക്ക് BJPയുടെ വോട്ട് വളർച്ച വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്നുള്ളതാണ്. നോക്കൂ, അതോടൊപ്പം തന്നെയാണ് നമ്മൾ കാണേണ്ടത് കേരളത്തിലെ ഈ ജാതി മത സംഘടനകൾ എന്ത് നിലപാടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത്. നമുക്ക് SNDP യോഗം NSSനെയും ഇടതുപക്ഷം എല്ലാ കാലഘട്ടത്തിലും കാണുന്നത് വർഗീയ ശക്തികളെ തടഞ്ഞു നിർത്താൻ ഈ ജാതി സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന്. അപഭ്രംശങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, എങ്കിൽ പോലും പൊതുവായി അവയുടെ സാന്നിധ്യം പ്രത്യേകിച്ച് BJPയെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികളെ കേരളത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതിൽ തടസ്സം നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് SNDP യോഗം സ്വീകരിച്ചിട്ടുള്ള നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. SNDP യോഗത്തിൻ്റെ മുഴുവൻ മെഷീനറിയും ഇത്തവണ പ്രവർത്തിച്ചിട്ടുള്ളത് BJPക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, BDJS എന്ന രാഷ്ട്രീയ പാർട്ടി വെള്ളാപ്പള്ളി നടേശൻ്റെ കാർമ്മികത്വത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈഴവ വിഭാഗങ്ങളെ BJPയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ വഴിമധ്യേ പല തടസ്സങ്ങളും വെള്ളാപ്പള്ളി നടേശൻ നേരിടുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ BDJSന് അതിൻ്റെ പൂർണ്ണമായ ഉദ്ദേശലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി എന്ന സ്വന്തം മകനെ SNDP യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞാലുള്ള ഭാരവാഹി ഈ പറയുന്ന BDJS എന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ ഈഴവരെ, തീയരെ BJPയുടെ പെട്ടിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തര ശ്രമം നടത്തി. SNDP യോഗത്തിൻ്റെ SN ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാരവാഹി കൂടിയായിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ. വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ ഇത്തവണ ശോഭാ സുരേന്ദ്രന് വേണ്ടി ആലപ്പുഴയിൽ നടന്ന് വോട്ട് പിടിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ നോക്കിയാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ തരത്തിലും പൂർണ്ണമായും മെഷീനറി SNDP യോഗത്തിൻ്റെ BJPക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ കായംകുളം പോലുള്ള സാമ്പിളുകൾ നമ്മുടെ മുന്നിലുണ്ട്. കായംകുളം മാത്രമല്ല എന്നറിയാം, നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതായതുകൊണ്ട് ഞാൻ ഓരോ നിയമസഭാ മണ്ഡലവും ഓരോ പ്രദേശവും എടുത്തു പറയുന്നില്ല. അവിടെയൊക്കെ തന്നെയും വോട്ട് ചോർച്ച ഉണ്ടായത്, BJPക്ക് വലിയ തോതിൽ വോട്ട് കൂടിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഇനി അത് SNDP യോഗത്തിൻ്റെ കാര്യമാണ് എങ്കിൽ
ഇപ്പോൾ മറുഭാഗത്ത് UDF വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി, SDPI, ഈ സംഘടനകൾ UDF ഒരു ഘടകകക്ഷികളെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളുമേറെയോ ആത്മാർത്ഥതയോടുകൂടി UDF വേണ്ടി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, അവർ വിജയം ഉറപ്പുവരുത്തി UDF. അതിനുശേഷമുള്ള ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ SDPIയുടെയും ഒക്കെ തന്നെയും പൊളിറ്റിക്കൽ പോസ്റ്ററിങ് നോക്കിയാൽ അറിയാം, ഞങ്ങൾ ഉള്ളതുകൊണ്ട് നോക്കൂ UDF വിജയം ഇത്ര വോളിയത്തിൽ വന്നു എന്ന് അവർ നിരന്തരമായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമായ റോൾ എടുത്തിരുന്നു ഇത്തരം സംഘടനകളെ അടുപ്പിക്കാതിരിക്കുക. അവരുടെ വോട്ട് പല ഘട്ടങ്ങളിലും UDF സംബന്ധിച്ചിടത്തോളം ആവശ്യമായി വന്ന സമയത്ത് കോൺഗ്രസ് അത്തരം കക്ഷികളുടെ പിന്തുണ തേടിയ സമയത്തും മുസ്ലിം ലീഗായിരുന്നു അതിന് തടസ്സം നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കുക, മുസ്ലിം ലീഗ് ഇവരെയൊക്കെ അംഗീകരിക്കുന്ന നില എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ SNDP യോഗം, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി, SDPI, ഇപ്പോൾ ഇനി വേണമെങ്കിൽ NSS ഏതാണ്ട് UDF പടിവാതിൽക്കൽ നിൽക്കുകയാണെങ്കിൽ തന്നെയും പല ഘട്ടങ്ങളിലും ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംഘടനകളൊക്കെ തന്നെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെടുത്തിട്ടുള്ള നിലപാടുകൾ അപകടകരമായ നിലപാടാണ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാദം. നമുക്ക് അവിടെ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ നോക്കാം. SNDP യോഗം ജനറൽ സെക്രട്ടറി നമ്മൾ അത് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ചില പരാമർശങ്ങൾ നടത്തുകയും അതിനെതിരായി നിലയുറപ്പിക്കുന്നത് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ പ്രസിദ്ധീകരണങ്ങളോ മറ്റ് മുസ്ലിം സംഘടനകളോ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ നിലയിൽ രണ്ട് ചേരികളായി നിന്നുകൊണ്ട് പരസ്പരം ആക്രമിക്കുകയും പരസ്പര വളർച്ചയ്ക്ക് പരസ്പര പൂരകങ്ങളാവുകയും ചെയ്യുന്ന പ്രത്യേക സാഹചര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെതായ വർഗീയ ചിന്താഗതിയിൽ ഉള്ളതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ആ വർഗീയ ചിന്താഗതിക്ക് കുറച്ചുകൂടി സമൂഹത്തിൽ വേരോട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മറുപക്ഷത്തുള്ള മുസ്ലിം സംഘടനകൾ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ പിന്നെ CPM സംബന്ധിച്ചിടത്തോളം പരാജയപ്പെട്ട പാർട്ടി CPM ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുന്നണി LDF ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വാഭാവികമായിട്ടും 2019 2021 നമ്മുടെ മുന്നിലുണ്ട്. നിരവധി നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്തമായ ഫലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും CPM സംസ്ഥാന സെക്രട്ടറിയുടെ തന്നെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ ഭരണപരമായിട്ടുള്ള മുൻഗണനാക്രമം മാറ്റിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ഈ 2016 LDF ഒന്നാം സർക്കാർ, അതായത് പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നു. ആ ക്ഷേമ പെൻഷൻ ഒരു അവകാശമായി ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് 2016 മുതലാണ് എന്ന് നമുക്ക് കാണാം. ആ അവകാശം തങ്ങൾക്ക് കിട്ടാതാകുമ്പോൾ ഇപ്പോൾ 5 മാസത്തെ പെൻഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 5 മാസത്തെ പെൻഷൻ ഡ്യൂ ആവുകയാണ്. 2 മാസത്തെ പെൻഷൻ ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ 3 മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതല്ലാതെ 2 മാസത്തെ പെൻഷൻ കിട്ടിയെന്നല്ല. അപ്പോൾ ആ ഘട്ടത്തിൽ CPM സംസ്ഥാന സമിതി യോഗം ചേർന്നത് നമുക്കറിയാം. 2 മാസത്തെ പെൻഷൻ കൊടുത്തുകൊണ്ട് ആളുകൾക്ക് അക്കാര്യത്തിലുള്ള അതൃപ്തി നീക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു CPM പ്രതീക്ഷ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റെല്ലാ ചെലവുകളും മാറ്റിവെച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തത്. പക്ഷേ 2 മാസത്തെ ക്ഷേമ പെൻഷൻ കയ്യിലേക്ക് വെച്ച് നീട്ടുമ്പോൾ ആ കയ്യിലേക്ക് കിട്ടുന്നയാൾ പറയുന്നത് 3 മാസത്തേത് ബാക്കിയുണ്ട് എന്നാണ്. അപ്പോൾ ആ നിലയിൽ ക്ഷേമ പെൻഷൻ ഒരു അവകാശമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് സപ്ലൈകോ. നോക്കൂ, 2016 പിണറായി വിജയൻ അധികാരത്തിലേറിയതിനു ശേഷമാണ് സപ്ലൈകോയിലെ 14 ഇനങ്ങൾക്ക് വില വർദ്ധിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് അനുസ്യൂതം ഉപഭോക്താക്കൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് എവിടെയൊക്കെയോ വെച്ച് സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ താളം തെറ്റി. ഉത്സവ സീസണുകളിൽ പോലും ഇത് നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. നമ്മൾ തന്നെ എത്ര തവണ അത് മണിക്കൂറുകളോളം കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യം, അതായത് ആളുകളെ സംബന്ധിച്ചിടത്തോളം സപ്ലൈകോ ഒരു അവകാശമായിരിക്കുന്നു. അവർക്ക് ആ അവകാശം ലഭിക്കണം. അവരുടെ ശരിയായ ന്യായമായ അവകാശം തന്നെയാണത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഏതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ മാറ്റിവെക്കാൻ സംസ്ഥാന സർക്കാർ തുനിഞ്ഞാൽ അപ്രീതി ഉണ്ടാകും, നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്യും. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ആരോഗ്യ മേഖലയിൽ ആളുകൾക്ക് മരുന്ന്, ആരോഗ്യ മേഖലയിലുള്ള മാറ്റവും നമുക്കറിയാവുന്നതാണ്. സർക്കാർ ആശുപത്രികളെ കൂടുതൽ പേർ ഇപ്പോൾ ആശ്രയിക്കുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ ഇഞ്ചക്ഷൻ ഇല്ലെങ്കിൽ, മരുന്നില്ലെങ്കിൽ, സ്റ്റെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക്
അതിനെതിരായിട്ടുള്ള ജനവികാരം ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരണം. അതായത് പഴയതുപോലുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് എത്തണം. വലിയ നിലയിൽ പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തണം. ആ പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തണം എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് കൃത്യമായി കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറിയുടെ പ്രസംഗത്തിലുണ്ട് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും ഇനി വരാനിരിക്കുന്ന 5 ദിവസങ്ങളിൽ CPM-ന്റെ സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യുമെന്ന് ഞാൻ കരുതുകയാണ്. വൻകിട പദ്ധതികൾക്ക് പിന്നാലെ പോകാനുള്ള ലക്ഷറി ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനില്ല. കാരണം വലിയ നിലയിൽ സാമ്പത്തിക പരാധീനത കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നതിലൂടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല എന്നുള്ളതാണ്. Meet the editors.